എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ക്രിസ്പി പിരിയഡിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ പിരിയഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 മാസത്തേക്ക് പിന്നെ ചായക്കേടിൻ്റെ കാര്യം നോക്കണ്ട. ആവശ്യാനുസരണം ചായക്ക് എടുത്തിട്ട് നല്ല ക്രിസ്പിയോടുകൂടെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ബെർമിസലിയും ഒക്കെ വെച്ചിട്ടാണ് ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൾഫിലെല്ലാം കൊടുത്തു വിടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പിരിയഡ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പിരിയഡ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2.5 കപ്പ് മൈദയാണ് എടുത്തിന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോ മാവിലും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇതാ മാവ് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് 1 അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെർമിസെലിയാണ് ഞാൻ എടുത്തിന്. ആ നേരിയ ടൈപ്പിലുള്ളതാണ് എടുത്തിന്. അത് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത വെർമിസെലിയാണ്. റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഒന്ന് ആ ഒരു ഗീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്കിത് എടുക്കാം. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത വെർമിസെലിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെർമിസെലി ഒരു പൊട്ടുന്ന ആ ഒരു പരുവത്തിലാവുമ്പോഴാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്ത ഒരു 2 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് ഉള്ളത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത്. കടലപ്പരിപ്പ് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം അല്പം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ആ ഒരു കടലപ്പരിപ്പ് നല്ല ക്രിസ്പി ആവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ കടൽപ്പരിപ്പും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങയും 1 കപ്പ് ബെർമിസെലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിന്. ഇത് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇതിലിട്ട പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തേങ്ങയിലേക്കെല്ലാം നന്നായിട്ട് പിടിച്ച് ഇതൊരു ബ്രൗൺ കളറായി വരണം. അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കൂട്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ
കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇത് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ മിക്സ് ചെയ്ത് ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളറെല്ലാം ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ബർമിസലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. തേങ്ങൻ്റെ എല്ലാ ഭാഗത്തും ബർമിസലി എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്. നല്ല വറുത്തതുപോലെയാണ് ഈ ഒരു ഫില്ലിങ് വേണ്ടത്. എന്നാലാണ് നമുക്ക് 1-2 മാസം വരെ കേടുകൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കാറിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ പിരിയഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ തുറന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിൽ നിന്ന് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഒന്നുകിൽ ചപ്പാത്തിക്കെല്ലാം എടുക്കുന്ന അതിനേക്കാളും കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു മാവിനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. വലുതായിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയതിന് ശേഷം പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ ഒരു 6 ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ തൂക്കിയതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ച ആ ഒരു മാവിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഇതാ മൈദയിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഇത് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കട്ടറാണ് എടുത്തിന്. ഒന്നുകിൽ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ മൂടി ഉണ്ടാവുമല്ലോ കുപ്പിൻ്റെ എല്ലാം, അതെടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന മാവ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പരത്തിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ച ഫില്ലിംഗ് എല്ലാം ഇപ്പം ഒന്ന് ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു മാവിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഫില്ലിങ് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. എനിക്ക് ശരിക്കും പിരിക്കാനൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന രീതിയിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ അമർത്തുന്ന അച്ചെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. പിരിച്ചു കഴിഞ്ഞാലാണ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. പിരിക്കാൻ അറിയുമെങ്കിൽ ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഇതുപോലെ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും ഒരു പീസ് എടുക്കുക. അതിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ പിരിച്ചു കൊടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ പിരിയടെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ പിരിയഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. പക്ഷേങ്കിൽ പിന്നെ അതൊരു സോഫ്റ്റ് പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം മാത്രമേ നല്ല കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെക്കാവൂ.
നല്ല കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാണ്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. പിന്നെ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കുക. ഫില്ലിങ് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. വെറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പിരിയഡ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. പിരിയഡെല്ലാം പൊരിച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി പിരിയഡയാണ്. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് കാണിക്കാത്തത്. നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം മാത്രം നല്ല കണ്ടെയ്നറിലിട്ട് വെക്കുക. അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.